Hello, welcome to Online Digital Marketing Academy powered by AdSomnia. How to write a good content. കോണ്ടന്റ് എഴുതാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ എന്തൊക്കെയാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതിലാദ്യം ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്. നമ്മൾ നമ്മുടെ ബിസിനസ്സിന്റെ ഗ്രോത്തിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ നീഡ്സ് ആൻഡ് പ്രിഫറൻസ് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. Then define the purpose of your content, whether it's to inform, entertain, educate or persuade. അതിനുശേഷം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഹെഡ്ലൈൻ ആണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓഡിയൻസിന് കാണുമ്പോൾ തന്നെ നമ്മുടെ കോണ്ടന്റ് എന്താണെന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി നമ്മുടെ ഹെഡ്ലൈനിലൂടെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യണം. Then one of the most important thing is organize your content with a clear introduction, body and conclusion and use headlines and subheadings to easy navigation. പിന്നെ ചെയ്യുന്ന കോണ്ടന്റിന് കൃത്യമായ ഒരു ഹൂക്ക് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് മീനിങ് ഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ കോണ്ടന്റിന്റെ കോൺവെർസേഷൻ സ്റ്റൈൽ മാക്സിമം കാഷ്വലായി തന്നെ കൊണ്ടുപോകുക. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഓഡിയൻസിന് ആ ഒരു സ്റ്റൈലിനോട് അധികം ഇന്ററാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി യൂഷ്വൽ ഫോമൽ ടെക്നിക്കൽ മോഡ് യൂസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് വിഷ്വൽ എലമെന്റ്സ്, യൂസ് ഇൻകോർപ്പറേറ്റ് ഇമേജ്, ഇൻഫോഗ്രാഫിക്സ് ഓർ അതർ വിഷ്വൽ എലമെന്റ്സ് ടു എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ബ്രേക്കപ്പ് ടെക്സ്റ്റ്. ഒരു പ്രോപ്പർ പ്രൊഫഷണലിസം എൻഷുർ ചെയ്യാനായിട്ട് പ്രോപ്പർ ഗ്രാമർ, പഞ്ച്വേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിഴവ് വരാതെ ശ്രദ്ധിക്കുക. റിവ്യൂ ഓഫ് കോണ്ടന്റ് ഫോർ ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് കൺസിസ്റ്റൻസി. Unnecessary ആയിട്ടുള്ള വേർഡിങ്സ് ഒഴിവാക്കി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. If your content aims to prompt action, include a clear call to action at the end if it is needed. Okay? And നമുക്ക് SEO ആവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. If your content is online, optimize for search engines by incorporating relevant keywords without sacrificing readability. Feedback കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. Seek feedback from others to gain different perspectives and improve your content. Anyway, we will see you later. Till then, stay tuned.